നമസ്കാരം. ഇന്നാദ്യം നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ദേശീയപാത 544-ലെ ചിറങ്ങര, മുരിങ്ങൂർ, പേരാമ്പ്ര, ആമ്പല്ലൂർ, മുടിക്കോട്, കല്ലിടുക്ക്, വാണിയമ്പാറ എന്നിവിടങ്ങളിൽ നിന്നും ഒരു കൂട്ടം പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഗാനം. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. ഈ പാട്ടും കേട്ട് താടിക്ക് കയ്യും കൊടുത്ത് വാഹനത്തിലിരിക്കാനാണ് പൊതുജനത്തിൻ്റെ വിധി. വിധിയിലും നിയോഗത്തിലുമൊന്നും വിശ്വാസമില്ലാത്തവർക്ക് പാട്ട് മാറ്റിപ്പിടിക്കാം. വേണമെങ്കിൽ വേടൻ്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എടുത്തണിഞ്ഞ് ദേശീയപാത അതോറിറ്റി അധികൃതരെ രണ്ട് തെറി പറയാം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കുറേ കാലം പത്രങ്ങളുടെ അച്ചടിമഷിയും ദൃശ്യമാധ്യമങ്ങളുടെ സമയവും ഒരുപാട് കളഞ്ഞതാണ്. കുതിരാനിലെ കുരുക്കിനെക്കുറിച്ച് കുമിഞ്ഞുകൂടിയ വാർത്താശകലങ്ങളുടെ കണക്കെടുക്കുക എന്നത് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ? ഇഴഞ്ഞു നീങ്ങിയ പണികൾക്കൊടുവിൽ കുതിരാനിൽ തുരങ്കം തുറന്നപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ സംസ്ഥാന സമ്മേളനത്തിനും നാട് സാക്ഷിയായി. എന്തായാലും കുരുക്കഴിഞ്ഞ ആശ്വാസത്തിൽ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു. തൃശൂർ പാലക്കാട് പാതയെ ന്യൂയോർക്കിലെ റോഡുകളോട് ഉപമിച്ച് മുഖ്യമന്ത്രി പോലും അഭിമാന പുളകിതനായി. എന്നാൽ ഈ ഭൂതകാല കുളിരിൽ നിന്നും വർത്തമാനകാല പെരുമഴ നനയാൻ കലണ്ടർ താളുകൾ ഒരുപാടൊന്നും മറിയേണ്ടി വന്നില്ല. ദേശീയപാതയിൽ മുടിക്കോടും കല്ലിടുക്കും വാണിയമ്പാറയിലും അടിപ്പാതകൾ വേണമെന്ന് പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും അധികൃതർ ചെവിക്കൊണ്ടില്ല. അടിപ്പാതയില്ലാത്തതിനാൽ അപകടങ്ങളും ഏറെയുണ്ടായി. നിരവധി ജീവനുകൾ പൊലിഞ്ഞു. ഒടുവിൽ പ്രദേശവാസികളുടെ പ്രക്ഷോഭങ്ങൾ ഫലം കണ്ടു. 3 അടിപ്പാതകൾക്ക് അനുമതിയായി. ദേശീയപാത അതോറിറ്റി അധികൃതരും ആവേശത്തിൽ. പിന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഘോഷയാത്രയായി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂടൊരുക്കലായി പണി അങ്ങനെ തകൃതി. എന്നാൽ നാട്ടുകാർക്കുള്ള പണിക്കാണ് ദേശീയപാത അധികൃതർ അടിത്തറ കോരിയതെന്ന് പിന്നീടാണ് ബോധ്യമായത്. മണ്ണുത്തി അങ്കമാലി പാതയിൽ ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം. അതായത് 56 കിലോമീറ്ററിനുള്ളിൽ 7 ഒരേ സമയമാണ് നിർമ്മാണം നടക്കുന്നത്. 10 മാസത്തിനകം പൂർത്തിയാക്കുമെന്നായിരുന്നു മോഹന വാഗ്ദാനം. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും പാതി വഴിയിൽ കിതച്ചു നിൽക്കുകയാണ് പ്രവർത്തനങ്ങൾ. ദിനം പ്രതി 10,000-കണക്കിന് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ദേശീയപാതയിൽ ഈ പണികൾ നടത്തുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന് അറിയാത്തവരല്ലല്ലോ അധികാരികൾ. 6 വരിയുടെ വിശാലതയിൽ നിന്നും ഒറ്റ വരിയുടെ കുപ്പിക്കഴുത്തിലേക്ക് വാഹനങ്ങളെ ഞെരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ എന്ത് ബദൽ മാർഗങ്ങൾ ഒരുക്കിയെന്നതാണ് ചോദ്യം. സർവീസ് റോഡുകൾ സജ്ജമാക്കാതെ, ഉള്ള റോഡുകൾ പോലും ശരിയായ രീതിയിൽ ഗതാഗത യോഗ്യമാക്കാതെ, യാതൊരു മുന്നൊരുക്കവുമില്ലാതെ നടത്തിയ ഈ ദേശീയപാതകത്തിന് ആര് സമാധാനം പറയും? കൂനിന്മേൽ കുരു എന്ന പോലെ കാലവർഷവും കലി തുള്ളിയതോടെ ദേശീയപാത 544-ലൂടെയുള്ള യാത്ര ഒരു പേടി സ്വപ്നമായി മാറി. എത്രയോ പേരുടെ തൊഴിൽ മുടങ്ങി, പഠനം തടസ്സപ്പെട്ടു, ചികിത്സ വൈകി. ചാലക്കുടിയിൽ വൻ തീപിടുത്തമുണ്ടായപ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾക്ക് പോലും സ്ഥലത്തെത്താൻ ഏറെ വൈകി. ICUവിൽ പ്രവേശിപ്പിക്കേണ്ട രോഗിയെ ഈ പാതയിലൂടെ കൊണ്ടുപോയാൽ വെന്റിലേറ്ററിലാക്കേണ്ട സ്ഥിതിയാണ്. ഈ ദുരിതയാത്രയ്ക്കാണ് ജനം വൻതുക ടോൾ നൽകുന്നത്. പാലിയേക്കരയിലും പന്നിയേങ്കരയിലും ടോൾ പിരിവ് നിർബാധം തുടരുന്നു. ദേശീയപാതയുടെ പണി തീരും വരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ ഹൈക്കോടതി രൂക്ഷമായ പരാമർശങ്ങളാണ് നടത്തിയത്. യാത്രാ സൗകര്യമൊരുക്കാതെ ടോൾ പിരിക്കുന്നത് ശരിയാണോ എന്നാണ് കോടതിയുടെ ചോദ്യം. ടോൾ നൽകുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഒരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശമെങ്കിലും നടപ്പാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പൊതുജനം. പൗരന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. കൈത്താങ്ങാകേണ്ട ഭരണ സംവിധാനങ്ങൾ കൈകുടഞ്ഞ് കടന്നുപോകുന്നുവോ എന്ന് ന്യായമായും സംശയിക്കാം. ജനരോഷം ശക്തമായതോടെ മുടിക്കോട് പ്രദേശത്ത് സ്ഥലം MLA കൂടിയായ മന്ത്രി K. രാജൻ്റെ നേതൃത്വത്തിൽ അധികൃതർ എത്തി പരിശോധന നടത്തി. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പണികൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതരോട് മന്ത്രി കട്ടായം പറഞ്ഞു. വർക്കിംഗ് കലണ്ടർ വേണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. അതായത് പണിയുടെ ഓരോ ഘട്ടവും എന്ന് തീരുമെന്ന് വ്യക്തമാക്കണമത്രേ. കലണ്ടറൊക്കെ തരാം, പക്ഷേ ആ തീയതികളിൽ നിശ്ചയിച്ച പണികൾ പൂർത്തിയാക്കുമെന്ന് ഉറപ്പൊന്നും NHA അധികൃതർക്കില്ല. ഇതിനിടയിൽ ക്വാറി മിശ്രിതം ഉപയോഗിച്ചുള്ള പതിവ് കലാപരിപാടി തട്ടേൽ കയറ്റാനും ദേശീയപാത അധികൃതർ ശ്രമിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം മൂലം ആ പ്രഹസന നാടകം നടക്കാതെ പോയി. ദേശീയപാത വികസിക്കണം. വികസനത്തിൻ്റെ ഹോൺ മുഴക്കി വാഹനങ്ങൾ ചീറിപ്പായണം. നമ്മുടെ നാട് പുതിയ ചക്രവാളങ്ങളിലേക്ക് വളരണം. അതിലൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ ആത്യന്തികമായി ഈ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളായവരെ ബന്ദികളാക്കി നടത്തുന്ന ഒരു പ്രവർത്തനവും ഗുണകരമാകില്ല.